നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കർഷകന്റെ കണ്ണീര് കൊണ്ട് നനയുകയാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാലാൽ പടയാളിയുടെ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിന്റെ കർഷകന്റേത്. എന്ന് ഉറപ്പില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ബഫർ സോണിന്റെയും വന്യമൃഗശല്യത്തിന്റെയും വില സ്ഥിരതയില്ലായ്മയുടെയും തലതിരിഞ്ഞ ഭൂനിയമങ്ങളുടെയും മറ്റും പത്മവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ കർഷകൻ ഇന്ന്. കൃഷി ഇറക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന സ്വന്തം കുടുംബത്തെ കണ്ട് വളരുന്ന ഈ കാർഷിക കുടുംബങ്ങളിലെ യുവതലമുറ പിന്നെ എങ്ങനെയാണ് സാർ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്? ചിലർ പറയുന്നത് പോലെ ഈ കൃഷിക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രത്തിൽ ചെളി പറ്റുന്നത് കൊണ്ടല്ല, മറിച്ച് കർഷകരെ പറഞ്ഞു പറ്റിക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ പാഴ്വാക്കുകളുടെ അഴുക്കാണ് ഇവിടെ പ്രശ്നം. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കർഷകന്റെ കണ്ണീര് ആരൊപ്പം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിപുരിക്കൽ, ഒപ്പം ഇടുക്കിയിൽ നിന്നും മാധ്യമ പ്രവർത്തകനും കർഷകൻ കൂടിയായ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തലശ്ശേരി ഭാഗത്ത് നിന്ന് മലബാർ മേഖലയിൽ നിന്ന് കർഷകനായ ജോഷുവ വെള്ളിരിക്കുണ്ടിനെ നാം പ്രതീക്ഷിക്കുന്നു. ഒപ്പം വയനാട് മേഖലയിൽ നിന്നും ശ്രീ ജേക്കബ് അക്കരപ്പറമ്പിൽ, അദ്ദേഹം കർഷകനാണ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോസഫ് വാണിപുരിക്കൽ. നമുക്കറിയാം കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട്. വർഷങ്ങളായി കുട്ടനാടിന്റെ കണ്ണീര് കാണുവാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ ഓരോ വർഷത്തെയും കണക്കെടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഭൂവിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ സിനിമാ നടൻ ജയസൂര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളൊക്കെ നമുക്കറിയാം. ഈ നെൽകർഷകർക്ക് ഈ അവർ ഇറക്കിയ നെല്ല് അല്ലെങ്കിൽ അവർ ചെയ്ത കൃഷിക്ക് ആനുപാതികമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ അമ്പലപ്പുഴ ഭാഗത്ത് ഈ നെല്ലിന് വില കിട്ടാത്തത് മൂലം ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ദാരുണ സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് ഈ കുട്ടനാട് മേഖലയെ സർക്കാർ സ്ഥിരമായി അവഗണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവഹേളിക്കുന്നത്? ഫാദർ ജോസഫ് വാണി. ആദ്യമായി തന്നെ ഞാൻ ഷെക്കീന ബിഗ് ഡിബേറ്റിനെ അഭിനന്ദിക്കുന്നു. കാരണം കേരളത്തിൽ കാർഷിക മേഖലയിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ജനമുഖത്തെത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ വലിയ പരിശ്രമത്തെ എല്ലാവിധ അഭിനന്ദനങ്ങൾ നൽകി ഞാൻ അനുമോദിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാട് കർഷകർ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേരിലൊക്കെ. കുട്ടനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നൊമ്പരപ്പെടുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. 2018 പ്രളയത്തിന് ശേഷം ധാരാളം പേര് കുട്ടനാട് വിട്ടുപോകുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിലെ ഒരു കർഷകൻ നെല്ലിന് സർക്കാരിന് കൊടുത്ത നെല്ലിന് കിട്ടേണ്ട വില യഥാസമയത്ത് കിട്ടാഞ്ഞത് മൂലമുണ്ടായ ദാരുണമായ അന്ത്യം. എനിക്കിവിടെ പറയാനായിട്ടുള്ളത്, ഒരു നാടിൻ്റെ വളർച്ച അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. നാടിൻ്റെ നട്ടെല്ല് കർഷകരാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും കർഷകനെ യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കുന്നുണ്ടോ, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കാതിരിക്കാൻ സർക്കാർ കണ്ണു തുറക്കണം. കർഷകർക്ക് ആത്മധൈര്യം പകരുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണം. കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകണം. കർഷകരെ സംരക്ഷിക്കാൻ നയങ്ങൾ ഗവൺമെൻറ് ക്രമീകരിച്ച് ഓരോ അസംബ്ലിയിലും നല്ല രീതിയിൽ ആലോചന നടത്തി വേണം ക്രമീകരണങ്ങൾ ഉണ്ടാകാൻ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില പ്രഖ്യാപിക്കണം. നെല്ലിൻ്റെ വില പൂർണ്ണമായി ഇനിയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കർഷകർ ഗവൺമെൻറ്റിന് സിവിൽ സപ്ലൈസിന് നെല്ല് കൊടുത്തത്. ഭാഗികമായിട്ട് പലയിടങ്ങളിലും നെല്ലിൻ്റെ വില പല കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ലഭിച്ച തുക എല്ലാവർക്കും തന്നെ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല.
പൂർണ്ണമായി ലഭിക്കുവാൻ ഇനിയും ഏറെ കർഷകരുണ്ട്. അവർക്ക് പൂർണ്ണമായി പണം ലഭ്യമാകത്തക്ക വിധത്തിൽ എല്ലാ കർഷകർക്കും, നെല്ല് സർക്കാരിന് കൊടുത്ത എല്ലാ കർഷകർക്കും പൂർണ്ണമായ വില ലഭ്യമാകണം. നെല്ലിന്റെ വില പൂർണ്ണമായി നൽകുക മാത്രമല്ല, കൈകാര്യ ചെലവ്, സബ്സിഡി ഇനങ്ങളിൽ കിട്ടാനുള്ള പണവും കർഷകർക്ക് ലഭ്യമാകണം. ഇനിയും നമ്മൾ പുഞ്ചകൃഷി കഴിഞ്ഞു, രണ്ടാം കൃഷി ചിലയിടങ്ങളിലുണ്ട്. അവിടുത്തെ കൊയ്ത്തൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അതിൻ്റെ സംവിധാനം എപ്രകാരമായിരിക്കുമെന്നുള്ളത് സർക്കാർ പുനർവിചിന്തനം നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് സംശയം. അതുപോലെ തന്നെ പുഞ്ചകൃഷിക്ക് ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. സർക്കാർ സംഭരിക്കുന്ന നെല്ലിന്റെ വില കർഷകർക്ക് 15 ദിവസത്തിനുള്ളിൽ ലഭ്യമാകുന്ന വിധത്തിൽ ബജറ്റിൽ ഒരു റിവോൾവിംഗ് ഫണ്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ് കുട്ടനാട്ടിലെ കർഷകർ ഏറെ ആഗ്രഹിക്കുന്നത്, നെൽകർഷകർ ഏറെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന്റെ വില തേടി കർഷകൻ ഒരിക്കലും ഒരു സമരം നടത്താനായിട്ട് ഇടവരരുത്. അവരെ റോഡിലിറങ്ങാനും തെരുവിലിറങ്ങാനും പിച്ചച്ചട്ടി എടുക്കാനും ഒരിക്കലും അനുവദിക്കരുത്. കാരണം ഇവര് അധ്വാനിച്ചുണ്ടാകുന്ന നെല്ല് കുത്തി അരിയാക്കി ആ ചോറാണ് നമ്മൾ ഉണ്ണുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. PRSുമായി ബന്ധപ്പെട്ട കർഷകരുടെ ബാങ്ക് ഇടപാടുകളിലെ പ്രതിസന്ധി പരിഹരിക്കണം. പാടി റെസിപ്റ്റ് ഷീറ്റാണ്, നെല്ല് കൊടുക്കുമ്പോൾ കർഷകന് കിട്ടുന്നതാണ്. പക്ഷേ ഈ കർഷകൻ ഈ ഷീറ്റുമായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് കർഷകന് പണം കൊടുക്കും. പക്ഷേ ഈ കൊടുക്കുന്ന പണം സർക്കാർ എന്ന് ഈ കർഷകന്റെ പണം ബാങ്കിൽ ഇടുന്നുവോ അതുവരെ കർഷകൻ ഈ ബാങ്കിന്റെ മുമ്പിൽ കടക്കാരനായി ലോണായിട്ടാണ് കൊടുക്കുന്നത്. സ്വന്തം കാർഷിക മേഖലയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ല് അത് ഗവൺമെന്റിന് കൊടുത്തു കഴിയുമ്പോൾ ഒരു കർഷകൻ ബാങ്കിന്റെ മുമ്പിൽ കടക്കാരനാകുന്ന ഒരവസ്ഥ, ഇതിന് പരിഹാരമുണ്ടാകണം. 15 ദിവസത്തിനുള്ളിൽ കർഷകന് നേരിട്ട് അവന്റെ ബാങ്കിൽ പണം കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണം, അതിന് ബജറ്റിൽ തന്നെ ഫണ്ട്, റിവോൾവിംഗ് ഫണ്ട് രൂപീകരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇനിയും ആവശ്യത്തിനുള്ള വിത്ത് വേണം, വളം വേണം. അതുപോലെ പമ്പിങ്ങിന് ഇപ്പോൾ ഉടനെ പമ്പിങ് കടന്നു വരുന്നു. പമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതിൻ്റെ സബ്സിഡി, ഇവയെല്ലാം വേണം. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റം കർഷകനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. 2 ബണ്ടുകളുണ്ട്, തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി ബണ്ടും. 15-30 മിനിറ്റ് സമയം വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അവിടുത്തെ റെഗുലേറ്ററി ഷട്ടർ ഒന്ന് തുറക്കാനും വേലിയേറ്റം ഇറക്കുമ്പോൾ അത് അടക്കത്തക്ക വിധത്തിൽ ക്രമീകരണം നടത്താനുമായിട്ടുള്ള നടപടി ഉണ്ടാകണമെങ്കിൽ മടവീഴ്ച ഒത്തിരി ഒഴിവാകും. അതുവഴി കർഷകരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. കുട്ടനാട് വികസന ഏകോപന കൗൺസിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നത്. അത് ഒരു പ്രാവശ്യമെങ്കിലും കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. ഗവൺമെന്റിന്റെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവരെ മാത്രമാണ് അതിൽ അംഗങ്ങളായിട്ട് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളൂ. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുട്ടനാട് കാർഷിക മേഖലയെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ അവിടുത്തെ മടവീഴ്ചയെക്കുറിച്ചോ എന്തുമാത്രം അറിയാം എന്നുള്ളത് അറിയത്തില്ല. കാരണം എൻജിനീയേഴ്സ് ഉണ്ട്, മറ്റ് ടെക്നിക്കൽ ബോഡീസൊക്കെ ഉണ്ട്, കളക്ടറുണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, കൃഷി വകുപ്പിലെ വിവിധ മേധാവികളുണ്ട്, കൃഷി വകുപ്പ് മന്ത്രിയുണ്ട്. അടിയന്തരമായിട്ട് കുട്ടനാട് വികസന ഏകോപന കൗൺസിലിൽ 40% കാർഷിക മേഖലയിൽ കൃഷി സംബന്ധിച്ച് അറിയാവുന്നതും കുട്ടനാടിനെ സംബന്ധിച്ച് അറിയാവുന്നവരുമായ വ്യക്തികളെ അവരെ ഉൾപ്പെടുത്തണം. ഇതെല്ലാമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് പിന്നെ പലപ്പോഴും ആവർത്തിക്കാറുള്ളതാണ് AC കനാൽ തുറക്കുന്ന കാര്യവും പെട്ടെന്ന് വരുന്ന വെള്ളപ്പൊക്കത്തിന് തടയിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? അവിടെ കണ്ടമാനം ചെളിയും മണ്ണും ഉണ്ട്, വർഷങ്ങളായിട്ട് ചെളിയും മണ്ണും കിടക്കുക. ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മറ്റോ പെട്ടെന്ന് എല്ലാ തോടിലും പുഴയിലും ആറ്റിലുമുള്ള ചെളിയും മണ്ണും എല്ലാം മാറ്റി നല്ല രീതി ശക്തമായി ഒഴുക്ക് കിട്ടത്തക്ക വിധത്തിൽ നമ്മുടെ ആറുകളെ ക്രമീകരിച്ചാലും അതുകൊണ്ട് ശുദ്ധജലം കിട്ടും, മറ്റ് മാലിന്യങ്ങളും അസുഖങ്ങളും കീടനാശിനികളുടെ ശല്യമെല്ലാം മാറും. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു സമൂഹം, കാരണം കുടിവെള്ളം ആ ആറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നവരുണ്ട് കുളിക്കാനും വസ്ത്രം അലക്കാനും ഒക്കെ, അതുകൊണ്ടൊക്കെ ഒത്തിരി പ്രയോജനം ഉണ്ടാകും. അതുപോലെ തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന പോളയും മറ്റും കെട്ടിക്കിടക്കുന്നതും എല്ലാം അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ ചെയ്യേണ്ട കാര്യമാണ്. അതെല്ലാം ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഡാമിൽ വെള്ളം നിറയുന്നു, പെട്ടെന്ന് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നു.
2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡാമിൽ വെള്ളമില്ലാതാകുന്നു, ഇലക്ട്രിസിറ്റിക്ക് ക്ഷാമം വരുന്നു. എന്തുകൊണ്ടാണ് ഇത്? എന്തുമാത്രം മണ്ണ് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ഡാമിൽ കെട്ടിക്കിടക്കുന്നത്. ഈ ഡാമിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ് അത് സർക്കാർ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് ഡാമിന് ആഴം കൂട്ടുകയാണെങ്കിൽ ഈ വെള്ളം സംഭരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ വക കാര്യങ്ങളിലും സർക്കാർ പ്രത്യേകം ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഫാദർ ജോസഫ്, പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ PRS പദ്ധതി, അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകൻ സർക്കാരിന്റെ മുന്നിൽ ഒരു യാചനയോടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കനിവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമല്ലേ അവിടെ സംജാതമാകുന്നത്? വളരെ സങ്കടകരമായ കാര്യമാണ്. അതായത് ഇതുപോലെ ഉള്ള ഒരു പണം കിട്ടാനായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് പണം ലോൺ എടുക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ആ ഒരു കർഷകന്റെ വീട്ടിൽ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി ലോൺ എടുക്കാൻ പറ്റില്ല, മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ ലോൺ എടുക്കാനായിട്ട് പറ്റത്തില്ല. ആ പണം എന്ന് സർക്കാർ ബാങ്കിൽ അടച്ചു തീർക്കുന്നുവോ അന്നു മാത്രമേ ഇദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്നുള്ള ആ സർവ്വ മോചനം ലഭിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് ബാങ്ക് ഇടപാട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ റേറ്റ്, ബാങ്കിലെ ഉള്ള റേറ്റ് കൂടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബാങ്കിൽ നിന്നുള്ള ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിക്കാതെ വരുന്ന സാഹചര്യം. അതായത് കുറെ കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു കർഷകൻ അദ്ദേഹം നെൽകൃഷി നടത്തുന്നു, ആ കൃഷിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കേണ്ട ആ ഒരു വരുമാനത്തിന്റെ പേരിൽ, അതായത് ആ ലഭിക്കേണ്ട വരുമാനത്തിന്റെ പേരിൽ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം ആ ഒരു കർഷകൻ കടക്കാരനായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ. സർക്കാർ ഇനി ആ ബാങ്കിലേക്ക് ആ പൈസ ഇട്ടില്ലെങ്കിൽ അദ്ദേഹം ജപ്തി ഭീഷണിയും മറ്റും നേരിടേണ്ടി വരുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ? ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പല പ്രാവശ്യം ഗവൺമെന്റ് ലെവലിലും മിനിസ്റ്റർ ലെവലിലും ഒക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ള കാര്യമാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടു. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ് അതുണ്ടാകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കർഷകന് ഒരു ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ലഭിക്കാതെ വരുന്നുണ്ട്. അവന്റെ ഈ ബാങ്ക് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, റാങ്ക് സിസ്റ്റം ഉണ്ടല്ലോ, ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കുമായിട്ടുള്ള, അത് വളരെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. യാതൊരു കാരണവശാലും ബാങ്കിൽ നിന്ന് ഒരു ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കാതെ വരും. അതൊരു വലിയ പ്രതിസന്ധി. അതിന് പരിഹാരം കണ്ടേ പറ്റൂ. അതിനാണ് കൂടുതലായിട്ട് റിവോൾവിംഗ് ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക ബജറ്റ് പാസ്സാക്കുമ്പോൾ എല്ലാ വർഷവും കൃഷിയുള്ളതാണ്, കർഷകന്റെ നെല്ല് വാങ്ങിക്കുന്ന കാര്യമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് ബാങ്കിൽ ബജറ്റിൽ രേഖപ്പെടുത്തുന്നത് പോലെ ഇതിന് ഒരു ഫണ്ട് ബജറ്റിൽ കൊള്ളിച്ചുകൊണ്ട് പണം 15 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ ഇടത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണം കർഷകന്റെ ബാങ്കിൽ വ്യക്തിപരമായിട്ട് അവന്റെ അക്കൗണ്ടിൽ ലഭിക്കത്തക്ക വിധത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ അവന്റെ അക്കൗണ്ടിൽ കിട്ടിയത്തക്ക വിധത്തിൽ ക്രമീകരിക്കണം. വളരെ വ്യക്തമാണ്. കുട്ടനാടിന്റെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഫാദർ ജോസ് വളരെ വ്യക്തമായിട്ട് തന്നെ. അതുപോലെയാണ് കൈകാര്യ ചെലവ്, കൂലിച്ചെലവ് 12 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് 12 രൂപയ്ക്കൊന്നും നെല്ല് ഒരിക്കലും നമ്മുടെ ലോറിയെ കയറുകയില്ല. അപ്പൊ ഒരു പണ്ട് 250 രൂപയെങ്കിലും അതിന്റെ കൈകാര്യ ചെലവ് വേണം. ഈ കാശ് മുഴുവനും കർഷകനിൽ നിന്നാണ് ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അനുവദിച്ച് അതെ, കൈകാര്യ ചെലവ് എന്നുള്ളത് വളരെ വളരെ തുച്ഛമായ തുകയാണ്. ഒരിടത്തും നടക്കാത്ത കാര്യം. അതെ, പരിതാപകരം എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ ഒരു പ്രതിസന്ധി അങ്ങ് അവതരിപ്പിച്ചു. ഞാൻ ഇടുക്കി മേഖലയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിയമസഭാ സമ്മേളനത്തിന്റെ കാലയളവിൽ ഇടുക്കി ജില്ല വളരെയധികം ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു, പ്രത്യേകിച്ച് ഭൂഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട്. ഈ റവന്യൂ മന്ത്രിയും സർക്കാരും പറയുന്ന ഒരു കാര്യം, ഇത് കർഷകർക്ക് അനുകൂലമാണ്, കർഷകരെ സംരക്ഷിക്കാനാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമം. പക്ഷേ മറുസൈഡിൽ കർഷകരും ഒപ്പം തന്നെ ഇടുക്കി നിവാസികളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ആശങ്ക, ഇനി ഒരു രാജായിരിക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കനിവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ്. ഈ ഇടുക്കി ജില്ലയിലെ കർഷകർ ഓൾറെഡി വളരെയധികം പ്രതിസന്ധിയിലാണ്. കൂനിന്മേൽ കുരുപോലെ ഇത്തരം പല നിയമങ്ങളും അവരുടെ മേൽ വന്ന് പതിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു യഥാർത്ഥ ഒരു പിക്ചർ എന്താണ്, കാർഷിക മേഖലയുടെയും ഒപ്പം തന്നെ മലയോര മേഖലയുടെയും? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. നമ്മൾ ഇടുക്കിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇടനാട്ടിലെ റബ്ബർ കൃഷി, ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നെല്ലറകളിലെ തീരദേശ പ്രദേശങ്ങളിലെ ഭക്ഷ്യധാന്യ കൃഷി, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വയനാടുകാര് അല്ലെ കണ്ണൂരുകാർ അടക്കമുള്ള ഞാനടക്കമുള്ളവരുള്ള മലയോര മേഖലയിലെ കൃഷികൾ, എല്ലാവരും നേരിടുന്നത് വ്യത്യസ്തമായ പ്രതിസന്ധികളാണ്. അപ്പോൾ വ്യത്യസ്തമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ കൃഷി വകുപ്പുണ്ട്, വിവിധ കാർഷിക ബോർഡുകളുണ്ട്. ഇവര് കൃത്യമായി ഈ കാര്യങ്ങൾ പഠിക്കുകയും
പരിഹരിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥതയുണ്ട്. അങ്ങനെ ഒരു ആത്മാർത്ഥത ഉണ്ടാകുന്നില്ല എങ്കിൽ ജോർജ് സാർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൃഷി ഇനി മുന്നോട്ട് അടുത്ത തലമുറയിലേക്ക് ഇത് എങ്ങനെ കടന്നു പോകും? ഒരു കൃഷിയും, റബ്ബർ കൃഷിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും മലയോര മേഖലയിലെ കൃഷിയാണെങ്കിലും അടുത്ത തലമുറ കൊണ്ടുപോകും എന്ന് ഒരു പ്രതീക്ഷയ്ക്കുമുള്ള സാധ്യത കേരളത്തിൽ. ഞാൻ അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് നെല്ലിന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാൻ തമിഴ്നാട്ടില് കുറച്ച് കൃഷി ചെയ്യാനായിട്ട് പോയി. ഞാൻ വാഴ കൃഷി ചെയ്യാനാണ് പോയത്. അതിനടുത്ത് മുഴുവൻ നെൽവയലുകളായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ 100 കണക്കിന് കൊയ്ത്ത് യന്ത്രങ്ങൾ വന്ന് പാടത്തോട്ട് പോവുക. 100 കണക്കിന്, 1 2 അല്ല. ഒരു കൊയ്ത്ത് യന്ത്രത്തിന് 2 ട്രാക്ടർ വെച്ച് അതിന്റെ കൂടെ പോകണം. അവിടെ വിശാലമായ പാടങ്ങൾ കിടക്കുകയാണ്. ഇതൊരു ഉത്സവം പോലെ ഞങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. നെല്ല് കൊയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു കളത്തിലാണ്. അവിടെ കൊണ്ടുവന്ന് ഈ നെല്ല് കൂട്ടിയിട്ടാൽ, ഓരോ കർഷകന്റേതും കൊണ്ടുവന്ന് കൂട്ടിയിട്ട് തീർന്നാൽ അയാളുടേത് തീരുമ്പോൾ തന്നെ അവിടെ ഗവൺമെന്റ് ഡിപ്പോയിൽ നിന്നുള്ള ആൾക്കാർ ഈ നെല്ല് കയറ്റിക്കൊണ്ടുപോകാമെന്ന് നിൽക്കുന്നു. സ്വകാര്യ കമ്പനിക്കാരും നിൽക്കുന്നു. ചെറിയൊരു പെർസെന്റ് സ്വകാര്യ കമ്പനിക്കാർക്ക് വരും. 1 മണിക്കൂർ ഡിലേ ആകുന്നില്ല. ഞാൻ കണ്ടതാ, 1 മണിക്കൂർ ഡിലേ ആകുന്നില്ല. നെല്ല് പെട്ടെന്ന് തന്നെ ചാക്കിലേക്ക് ആക്കുന്നു, 3 തയ്യൽ തയ്ക്കുന്നു, തൂക്കുന്നു, ലോറിയിൽ കയറ്റുന്നു. ഒരു ലോറി ആകുമ്പോഴേ ആ ലോറി പോകുന്നു, അടുത്ത ലോറി വരുന്നു. ഒരു വലിയ ഉത്സവം പോലെ. ഗവൺമെന്റിന്റെ രേഖകൾ അന്നേരം കൊടുക്കുന്നു. അവർക്ക് ഏതാണ്ട് 1.5 മാസത്തിനകം അവരുടെ ഫണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കൈവിലയ്ക്ക് എടുക്കുന്ന കച്ചവടക്കാരൻ അപ്പോൾ തന്നെ പണം കൊടുക്കും. കൊതിയായി പോകും കേട്ടോ ഒരു സർക്കാർ അവിടുത്തെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നത് കണ്ടാൽ. ഇവിടെ ഞാൻ വാർത്താമാധ്യമങ്ങളിൽ കൂടെയാണ് കാണുന്നത് നെല്ലവിടെ കിടന്ന് കിളിർക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഗവൺമെന്റുകൾ കൃഷിക്കാരനെ സംരക്ഷിക്കാൻ എന്ത് നിലപാടെടുക്കും? നെല്ലുപോലെ തന്നെ ഇതുപോലെ പണം കിട്ടാതെ ജനം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ട്. മൂന്നാറ്റിലെ പച്ചക്കറി കർഷകർ, മറയൂര്, കാന്തല്ലൂര്, വട്ടവട പ്രദേശങ്ങളിലെ യഥാർത്ഥ പച്ചക്കറി കർഷകരെ സംരക്ഷിച്ചാൽ കേരളത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. കഴിഞ്ഞ ഓണത്തിന്, ഈ ഓണമല്ല, കഴിഞ്ഞ ഓണത്തിന് അവരിൽ നിന്നും ഫോർട്ടികോർപ്പ് ശേഖരിച്ച പച്ചക്കറിയുടെ പണം അവർക്ക് കൊടുത്തില്ല. കുറെ സമരങ്ങൾക്ക് ശേഷം, 1 വർഷത്തിന് ശേഷം അവർക്ക് 50% പണം കൊടുത്തു. എല്ലാവർക്കും അറിയാം, അവിടെയുള്ള ഒരു പാവപ്പെട്ടവരും തമിഴ് ബേസ്ഡ് ആൾക്കാരുമാണ്. കൃത്യമായി അവർക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരോർത്ത് ഈ 50% ഇപ്പൊ കിട്ടി, ബാക്കി 50% കൂടെ കിട്ടും. കുറെ അവര് അതിന് പുറകെ അന്വേഷിച്ചപ്പോ പറഞ്ഞത്, അന്ന് എടുത്ത പച്ചക്കറി അഴുകിപ്പോയിരുന്നു കുറെ, അതുകൊണ്ട് 50% അനുവദിക്കത്തുള്ളൂ. ഈ വർഷം ആ പച്ചക്കറി മുഴുവൻ തമിഴ്നാട് കച്ചവടക്കാർക്കാണ് ഈ കൃഷിക്കാർ കൊടുത്തത്. ഹോർട്ടികോർപ്പിന് ഒട്ടും കൊടുത്തില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പച്ചക്കറികൾ തമിഴ്നാട്ടിലെ കർഷകർക്ക് വേണ്ടി അവിടുത്തെ കച്ചവടക്കാർ കൊണ്ടുപോയി അവരുപയോഗിക്കുന്നു. അവിടെ നിന്ന് വിഷം അടിച്ചു കയറ്റിയ പച്ചക്കറി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, മാർക്കറ്റിംഗ് ഫെഡറേഷനും കൺസ്യൂമർ ഫെഡും അടക്കം പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഓണച്ചന്തയിൽ വിൽക്കുന്നു. മനസ്സിലായ വിരോധാഭാസം. ഇനി ഞാൻ ഭൂപതിവ് ചട്ടത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചട്ട ഭേദഗതിക്ക് ഇടയാക്കിയത്? അതാണ് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യുന്നത്. പട്ടയ നിയമം, അതായത് 64-ലേതാണെങ്കിലും 93-ലേതാണെങ്കിലും പട്ടയ നിയമം ഒരു സംസ്ഥാനത്തിനാകെ ബാധകമാണ്. എന്തുകൊണ്ടാണ് ഇടുക്കിക്ക് മാത്രമായി ഒരു വിവേചനം? അതുണ്ടാകുവാനുണ്ടായ സാഹചര്യം എന്താ? മൂന്നാർ മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ തടയാനെന്ന പേരിൽ ഒരു സബ് ഡിവിഷണൽ ഓഫീസർ, സബ് കളക്ടർ ഒരു ഉത്തരവ് ഇറക്കുന്നു നിർമ്മാണ നിരോധനം. അത് ചോദ്യം ചെയ്ത് കോടതി പോയപ്പോ അത് ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി, ഇടുക്കി ജില്ലയ്ക്ക് മുഴുവനായിട്ട് അത് ഗവൺമെന്റ് പ്രഖ്യാപിക്കും. ബഹുജന പ്രക്ഷോഭം ഉണ്ടായി, കർഷക സംഘങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായി. തുടർന്ന് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് ഗവൺമെന്റ് നിർബന്ധിതമായി. ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഗവൺമെന്റ് ചില പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസവുമുണ്ട്. എല്ലാം നമ്മൾ അടച്ച് അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്നില്ല. ഗവൺമെന്റ് പറയുന്നത്
പൊതുസ്ഥാപനങ്ങൾ ക്രമവൽക്കരിക്കുമ്പോൾ അത് യാതൊരുവിധ ഫൈനും ഈടാക്കത്തില്ല. പള്ളികള്, മറ്റാരാധനാലയങ്ങള്, സ്കൂളുകള്, ആശുപത്രികള്, സർക്കാർ കെട്ടിടങ്ങൾ വരെ, കാരണം ഈ പട്ടയത്തിലാണല്ലോ ഇരിക്കുന്നത്, അത്തരം നിർമ്മിതികളെല്ലാം ക്രമവൽക്കരിക്കും, ഒരു പൈസ പോലും ഈടാക്കില്ല. വൻ കെട്ടിടങ്ങൾ, മൂന്നാറിലടക്കമുള്ള വൻ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് ഒരു നിശ്ചിത ഫീസിന്റെ നിരക്കോ താരിഫോ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഈടാക്കുകയാണെങ്കിൽ അവരിൽ നിന്നൊരു വൻ തുക ഈടാക്കും. അതിന്റെ അപകടം ഞാൻ രണ്ടാമത് പറഞ്ഞു തരാം. ആരെ സംരക്ഷിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവന്നത്? രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, സർക്കാരിന് കടബാധ്യതയിൽ നിന്ന് മുങ്ങിക്കിടക്കുന്ന സർക്കാരിന് കോടിക്കണക്കിന് രൂപ ഇവരിൽ നിന്നും പിഴ ഈടാക്കും. രണ്ട്, ഈ വൻകിട റിസോർട്ടുകൾ മൂന്നാറ്റിലും വാഗമണ്ണിലും തേക്കടിയിലും ശാന്തംപാറയിലും ചിന്നക്കനാലിലും ഒക്കെ വൻകിട റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നും ഇടുക്കിയിലെ കർഷകരല്ല, ഇടുക്കിക്കാരല്ല, ഇടുക്കിയിലെ കച്ചവടക്കാരും വ്യവസായികളുമല്ല. ഇതെല്ലാം ജില്ലയ്ക്ക് പുറത്തു നിന്ന് വന്നിരിക്കുന്ന വലിയ റിസോർട്ട് മാഫിയകളാണ്. അവർക്ക് ഇത് ക്രമവൽക്കരിച്ചു കൊടുക്കുന്നതോടുകൂടി അനധികൃത നിർമ്മാണം അവർക്ക് അനുവദിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെല്ലാം ഇടയാക്കുന്നത് കോടതി വ്യവഹാരങ്ങളാണല്ലോ. കോടതിയിൽ ഈ നിയമ ഭേദഗതിയും ചോദ്യം ചെയ്യപ്പെടും. അവിടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഇവിടുത്തെ ഇടുക്കിയിലെ ജനങ്ങൾക്കാണ്, സാധാരണക്കാരൻ. ഇടുക്കി ജനത ആഗ്രഹിക്കുന്ന എന്താ? 1964 പട്ടയത്തിലുണ്ടായിരുന്ന ചട്ടം, ഇത് കൃഷിക്കും കാർഷിക ആവശ്യത്തിനുള്ള വീട് വയ്ക്കുന്നതിനും മാത്രം. അത് പോരാ, അവിടെ സാധാരണ വാണിജ്യ ആവശ്യങ്ങൾക്ക്, എറണാകുളത്തെയും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഒക്കെ സാധാരണ വാണിജ്യ ആവശ്യങ്ങളുണ്ടല്ലോ. ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുക, ചെറിയൊരു ഹോട്ടൽ തുടങ്ങുക, ചെറിയൊരു ലോഡ്ജ് തുടങ്ങുക, ചെറിയൊരു ഫാക്ടറികളോ യൂണിറ്റുകളോ തുടങ്ങുക. ഇത്തരം ആവശ്യങ്ങൾക്ക് വാണിജ്യ നിർമ്മിതിക്ക് കൃഷിക്കാരന്റെ ഭൂമി ഉപയോഗിക്കണം എന്നതാണ് കർഷകന്റെ, ഇടുക്കി ജനതയുടെ ആവശ്യം. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അല്ലാതെ വൻകിട റിസോർട്ടുകളെ ക്രമവൽക്കരിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കൃഷിക്കാരന്റെ പ്രശ്നങ്ങൾ വീണ്ടും പ്രശ്നങ്ങളാവുകയും ചെയ്യും. ഇത്തരം ഒരു സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കുന്നു വെച്ചു, ജോർജ് സാറെ, നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അഭിപ്രായം പറയാൻ, സംശയങ്ങൾ ചോദിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ അവകാശമുള്ളൂ. കർഷക സംഘടനകൾക്ക് അവകാശമില്ലേ? സ്വതന്ത്രമായ പോരാട്ട സംഘടനകൾക്ക് അവകാശമില്ലേ? ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയിലെ ആശങ്കകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സംശയമുയർത്തുന്ന കർഷക സംഘടനാ പ്രതിനിധികളെ അല്ലെങ്കിൽ മറ്റ് സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കളെ തെരുവിൽ നേരിടും എന്ന് ഭരണകക്ഷിയിലെ മുഖ്യ ഘടകകക്ഷികൾ തന്നെ പ്രസംഗിക്കുക അല്ലെങ്കിൽ പ്രസ്താവന ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ഭൂപതിവ് ചട്ടത്തോടൊപ്പം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഡിജിറ്റൽ സർവേയിൽ കർഷകന്റെ ഭൂമി സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തുന്നത്, ഇപ്പോൾ വനം വകുപ്പ് തെറ്റായ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കുന്നത് എത്ര ഗുരുതരമാണ്. ഒരു ഗവൺമെന്റ് സംവിധാനം നീതിപീഠത്തിൽ തെറ്റായ റിപ്പോർട്ടുകൾ കൊടുക്കുക. ഈ കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിലെ ഒരു കർഷക സംഘടനാ പ്രതിനിധിയാണ് കോട്ടയം DFOയ്ക്ക് വിവരാവകാശം വെച്ചൊരു കത്ത് കൊടുത്തു, വിവരാവകാശ രേഖ കിട്ടാനായിട്ട്. ഉടുമ്പൻചോല താലൂക്കിൽ എത്ര ഹെക്ടർ വനഭൂമിയുണ്ട്, ഓരോ വില്ലേജിലും എത്ര ഹെക്ടർ വനഭൂമിയുണ്ട്, അതിന്റെ സർവേ നമ്പർ എത്ര, അതിന്റെ ബ്ലോക്ക് നമ്പർ എത്ര, ഇതറിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിവരാവകാശ ചോദ്യം. കോട്ടയം DFO കൊടുത്ത മറുപടി അത്തരം ഒരു രേഖ ഓഫീസിൽ ഇല്ല എന്നാണ്. അതേ വനം വകുപ്പ് ഉടുമ്പൻചോലയിൽ 2,15,720 ഹെക്ടർ വനഭൂമി കാർഡമം ഹിൽ റിസർവായിട്ട് ഉണ്ട് എന്ന് തെറ്റായി, രേഖയില്ലാത്ത ഓഫീസിൽ നിന്നും രേഖ തെറ്റായി കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ വനംവകുപ്പിന് താല്പര്യം എന്താ? അപ്പൊ കൃഷി വകുപ്പ് കൃഷിക്കാർക്കെതിരാകുന്നു, വനം വകുപ്പ് എതിരാകുന്നു. അടുത്തത് വന്യമൃഗം. വളരെ പെട്ടെന്ന് നമുക്കൊന്ന് അതിലേക്ക് പോകാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പം നമ്മുടെ പട്ടുമല പള്ളിയിലെ സൂപ്പർവൈസർ 3 ദിവസമേ ആയുള്ളൂ, രാവിലെ പണിക്കാരെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടുവയെ കണ്ടു, പേടിച്ചോടി, പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു. അവിടെ തന്നെ 2ഓളം പശുക്കളെ കഴിഞ്ഞ ദിവസം കൊന്നു, 80-100 കിലോ ഉള്ള പശുക്കളെ ഈ കടുവ. പീരിമേട്ടിലെ TVയുടെ മുറ്റത്ത് ആന തമ്പടിച്ചിരിക്കുന്നു, പീരിമേട് ടൗണിൽ തന്നെ.
പടയപ്പ എന്ന് പറയുന്ന ആന മൂന്നാറിനും ഉടുമ്പൽപേട്ടിനും ഇടയ്ക്ക് രാത്രിയിൽ സഞ്ചാരികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ വിഹരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നു, വന നിയമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു, ഒപ്പം കർഷകരെ ദ്രോഹിക്കുന്ന കൃഷി വകുപ്പും ഇവിടെ നിലനിൽക്കുന്നു. പിന്നെ ഇങ്ങനെ അടുത്ത തലമുറ ഈ കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട്, ഇത് നാട് സേവിക്കാൻ മാത്രമല്ലല്ലോ കൃഷിക്കാരൻ പണിയുന്നത്, അവന് ജീവിക്കാൻ വേണ്ടിയല്ലേ, അവന്റെ തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒരു വരുമാനമില്ലാതെ എങ്ങനെ ഈ കൃഷിക്കാരൻ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും? അടുത്ത തലമുറ എങ്ങനെ കൃഷി ഏറ്റെടുക്കും? പ്രസക്തമായ ചോദ്യം. നമുക്ക് അത് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. വളരെ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളും വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇടുക്കിയിലുള്ളത്. ആ ഒരു കാര്യമാണ് ശ്രീ ജോൺസൺ കൊച്ചൂറമ്മൻ പങ്കുവച്ചത്. ശ്രീ ജോഷുവ, പ്രത്യേകിച്ച് അങ്ങ് ഈ കർഷകരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഒരു പ്രമുഖ മാധ്യമവുമായി അങ്ങ് നടത്തിയ ചില സംഭാഷണങ്ങളൊക്കെ വളരെയധികം വൈറലായി മാറിയിരുന്നു. ഈ ഇടുക്കിയിലെ പോലെ തന്നെ സമാനമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് മലബാർ മേഖലയിലും നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കർഷകർ ഇത്രത്തോളം അവഗണിക്കപ്പെടുന്നത്? വളരെ സങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെ എന്തുകൊണ്ടാണ് ഈ കർഷകർക്ക് കടന്നു പോകേണ്ടി വരുന്നത്? ഇനി ഒരു അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ ഒരു 1/4 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കേരളത്തിലെ ഒരു കൃഷി അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്? ശ്രീ ജോഷുവ, കർഷകൻ എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർഷകൻ സംഘടിക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ കക്ഷികള്, വിവിധ താല്പര്യക്കാര് കർഷകനെ വിഭജിച്ചു നിർത്തിയിരിക്കുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കർഷകനെ സംഘടിക്കാൻ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അവഗണിക്കപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, കാർഷിക മേഖല സാമ്പത്തികമായിട്ട് അടിപ്പെട്ടുപോയി. കർഷകന്റെ കയ്യിൽ സാമ്പത്തികമില്ല, അവന്റെ കയ്യിൽ വാങ്ങൽ ശേഷിയില്ല. അവന് കടത്തിന് മുകളിൽ കടമായിട്ട് ദുരിതപ്പെട്ട് ജീവിക്കുമ്പോൾ അവനെ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു വർഗത്തിനും പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് കാണുമ്പോൾ പിന്നെ അവരെ ആരും പരിഗണിക്കും. ഇതാണ് കർഷകന്റെ ഇന്നത്തെ പരിതാവസ്ഥയ്ക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഞങ്ങള് വടക്കേ മലബാറിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രശ്നം എല്ലാ കാർഷിക വിലകളുടെയും വിലയിടിവാണ്. വില പിന്നെ പോട്ടെ, ഉള്ള വിലയെ നമുക്ക് കിട്ടുള്ളൂ എന്ന് വെക്കാം. പക്ഷെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ചെയ്യേണ്ട ഇൻപുട്സ് അഥവാ അതിനു വേണ്ട ഉപയോഗ സാധനങ്ങൾ എല്ലാം മേടിക്കാൻ ചെല്ലണമെങ്കിൽ അതിനെല്ലാം ലോകത്തില്ലാത്ത വിലയായിട്ട് തീർന്നിരിക്കുകയാണ്. ഇപ്പൊ 1 കിലോ പൊട്ടാഷ് മേടിക്കണമെങ്കിൽ 35 രൂപ, യൂറിയ മേടിക്കണമെങ്കിൽ 28 രൂപ, മസൂറി ഫോസ്, എല്ലാ രാസവളങ്ങൾക്കും ഒരു 2 വർഷം മുമ്പത്തതിന്റെ 4 ഇരട്ടി വിലയായിരിക്കുകയാണ്. ഈ ഒരു വില കൊടുത്ത് മേടിച്ചിട്ട് വാഴയ്ക്കോ റബ്ബറിനോ തെങ്ങിനോ വളവിട്ടിട്ട് തേങ്ങയോ വാഴക്കൊലയോ ഒന്നും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വിപണിയിൽ എത്തിക്കാൻ ഒരു തരത്തിലും സാധിക്കുകയില്ല. മലബാറിലെ ഒരു പ്രധാന കൃഷി തേങ്ങയാണ്. ഒരു തെങ്ങിൽ കയറി ഒരു തേങ്ങ ഇടണമെങ്കിൽ ഇടാൻ വരുന്ന ആൾക്ക്, അല്ല ഞാൻ തന്നെ കയറിയിട്ടാലും പണിക്കൂലി 1 രൂപ പണിക്കൂലിയാകും, ഇടിയിൽ കൂലി 1 രൂപ, ഇത് പെറുക്കി കൂട്ടണലാകും 1 രൂപ, പൊതിക്കണലാകും, ഇത് വണ്ടി വിളിച്ച് ചുമന്ന് ഇത് വിൽക്കുന്ന കടയെ കൊണ്ടുചെല്ലണമെങ്കിൽ 1 രൂപയാകും. ഇന്നത്തെ വില അനുസരിച്ച് ശരാശരി ഒരു തേങ്ങയ്ക്ക് 8 രൂപയാണ് കിട്ടുന്നത്. 4 രൂപ ആ വഴിക്ക് തന്നെ. മിച്ചം കിട്ടുന്ന 4 രൂപയും കൊണ്ട് എന്നതിലും മേടിക്കാൻ ചെന്നാല് ഒരു വെണ്ടയ്ക്കയോ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു പാവയ്ക്കോ ഒന്നും ആ വിലയ്ക്ക് ഈ മാർക്കറ്റിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുകയില്ല. അപ്പോഴ് ഇതുകൊണ്ട് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ അരിക്കൊമ്പനെ തമിഴ്നാട്ടിൽ വിട്ടതിന് നിലവിളിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപടി മാധ്യമങ്ങളുണ്ട്. ഞങ്ങളുടെ പൊന്നു മക്കളെ ഇവിടെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഈ അറബിക്ക് ആഹാരം ഉണ്ടാക്കാനും സായിപ്പിന് അവരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ള പണിക്ക് അവിടുത്തെ ഏറ്റവും താഴ്ന്ന പണികൾക്ക് വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ കണ്ടിട്ട് വർഷങ്ങളായി. ഇവർക്ക് അരിക്കൊമ്പനെ കാണാഞ്ഞിട്ടാണ് വിഷമം മുറ്റി നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് അന്യദേശത്ത് പോയി അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ മക്കളെ കുറിച്ച് കണ്ണുനീരൊഴുക്കാനായിട്ട് അവകാശമില്ലെന്നാണ് പറയുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് ഇരിക്കാൻ മേല, സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ പാടില്ല. അതിനും പുറമെ കൂനിന്മേൽ കുരു പോലെ എല്ലാ രാസവളങ്ങൾക്ക്, കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഉൽപാദന ഉപാധികൾക്കും അതിഭീകരമായിട്ട് വില കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഒന്ന് കാട് കൊത്താനോ മരം മുറിക്കാനോ മേടിക്കുന്ന പെട്രോളിനടക്കം എല്ലാത്തിനും വില കൂടിപ്പോയി. അതിനു പുറമെയാണ് സർക്കാരിന്റെ വക പീഡനങ്ങൾ വേറെ. ഒരു വർഷത്തെ ഭൂനികുതി അടച്ചില്ലെങ്കിൽ 24% പിഴപ്പലിശ. എന്റെ പറമ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു മരവ് മുറിച്ചോണ്ട് പോയാൽ അതിന് വില്ലേജ് ഓഫീസർ അടിസ്ഥാന പട്ടയം മുതലുള്ള കടലാസുകൾ ഉണ്ടാക്കിയാൽ ഒരു 1.5 വർഷം കഴിഞ്ഞാൽ ഇവർ ഈ കടലാസ് തന്നിട്ട് ഈ മരം മുറിച്ചോണ്ട് പോകത്തില്ല.
അതല്ലാതെ ഞാൻ പെര പണിയാനോ കന്നുകാലിക്കൂട് പണിയാനോ ഒരു മരം മുറിച്ച് മില്ലിൽ അർപ്പിക്കാൻ കൊണ്ടുപോയേക്കാന്ന് വെച്ചാൽ വഴി വെച്ച് പിടിച്ചാൽ 41 ദിവസം തന്നെ ജാമ്യമില്ലാതെ പിടിച്ച് അകത്തിടും. എന്തൊരു കരിനിയമങ്ങളാണിത്. അതിനും പുറമെയാണ് 18% ടാക്സ് കൊടുക്കണം. അതിനും പുറമെയാണ് സർക്കാർ ഞങ്ങളോട് ചെയ്യുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളും. ഏത് ഓഫീസിൽ ചെന്നാലും ഒരു കാര്യത്തിനൊരു നീക്കമില്ല. ഇതിനും പുറമെ നെല്ല് കൊടുത്തവർക്ക് പൈസ തരികയില്ല, തേങ്ങാ സംഭരണം പ്രഖ്യാപിച്ച തേങ്ങ കൊടുത്താൽ പൈസ തരികയില്ല, അങ്ങനെ എല്ലാ വിധത്തിലും. ഇതിനിടയ്ക്ക് ഞാൻ ഇന്നലെ ബാങ്കില് എന്റെ കാർഷിക വായ്പ പുതുക്കാനായിട്ട് ചെന്നു. 4% പലിശയ്ക്ക് 3 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നമുക്ക് സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ ഭൂമി പണയം വെച്ചോ വായ്പ തരും. ഇത് പുതുക്കാൻ ചെന്നപ്പോ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു, ഇന്ന് സർക്കുലർ വന്നിരിക്കുന്നു, ഇനി കാർഷിക വായ്പകളൊന്നും ഈ 4% പലിശയ്ക്ക് പുതുക്കി കൊടുക്കേണ്ടതില്ല. ഞാൻ പിന്നെ ഗതി കെട്ടിട്ട് 9% പലിശയ്ക്ക് അത് സാധാരണ ലോണായിട്ട് പുതുക്കി വെച്ചിട്ട് പോകുന്നത്. കാരണം ഈ 3 ലക്ഷം രൂപ ഇപ്പൊ എടുത്ത് എന്റെ കയ്യിൽ അടയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് പുതുക്കി വെച്ചിട്ടു. ഇവിടെ കൃഷിയില് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ നമുക്ക് തന്നിരുന്നത്. ഇതുകൊണ്ട് ഈ രാജ്യത്തിന് നേട്ടം മാത്രമേ ഉള്ളൂ. നേട്ടങ്ങൾ 1-2 ഞാൻ പറയാം. എനിക്ക് 3 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തന്നു വിട്ടാൽ ഞാനത് എങ്ങനെ കൊണ്ടുപോയി ചെലവാക്കിയാലും അതിന്റെ 12% ടാക്സ് ആയിട്ട്, നികുതിയായിട്ട്, GST ആയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടില് അന്നേരം തന്നെ വന്നു ചേരും. ഞാൻ കൈ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ചെന്ന് എടുക്കില്ല. ഞാനത് 1 മാസത്തിനുള്ളിൽ ആ പൈസ മുഴുവൻ ചെലവാക്കും. അത് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കും. ഇനി കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഞാൻ റബ്ബർ ആയിക്കോട്ടെ തേങ്ങ ആയിക്കോട്ടെ വിറ്റാൽ 4%, 5% വെച്ച് സർക്കാരിന് അന്നേരവും ടാക്സ്. അങ്ങനെ 12, 5, 17% ഞാൻ സർക്കാരിന് നികുതി അടച്ചിട്ട് പിന്നെ ബാങ്കിൽ ഇത് തിരിച്ചടയ്ക്കാൻ ചെല്ലുമ്പോൾ ഞാൻ 4% പലിശ അടയ്ക്കണം. അങ്ങനെ 21% മൊത്തം ഗവൺമെന്റിലോട്ടോ ബാങ്കിലോട്ടോ ഞാൻ കൊണ്ടുപോയി അടയ്ക്കുന്ന സർക്കാരിന്റെ ഈ പൈസ എനിക്ക് തരാതെ തടഞ്ഞു വെച്ചത് കൊണ്ട് ഈ സർക്കാർ എന്ത് നേടി? ഇങ്ങനെ ഈ കർഷകരെ പീഡിപ്പിച്ച് സ്വന്തം രാജ്യത്തെയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന വർഗത്തെയും നശിപ്പിച്ചിട്ട് സർക്കാർ എന്ത് നേടി എന്ന് സർക്കാരും ഭരണപക്ഷത്തിരിക്കുന്നവരും ഞങ്ങളുടെ എല്ലാ MLA-മാരും MP-മാരും ചിന്തിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥര് ചിന്തിക്കണം. ഇത് നശിപ്പിച്ചു കളഞ്ഞാൽ നാളെ ഈ സംസ്ഥാനം, ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒപ്പം ശ്രീ ജോഷുവ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇടുക്കിയിലെയും ഒപ്പം തന്നെ മലബാർ മേഖലയിലെയും ഇപ്പം നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ കുട്ടനാട് മേഖലയിലെയും അവസ്ഥയെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമായി കർഷകർ കാണില്ലേ? നമുക്ക് ഒരു എന്താ പറയണേ, ഒരു പേരിന് പോലും ഒരു കർഷകൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇടുക്കി ജില്ലയും ഈ മലബാർ മേഖലയും ഒപ്പം തന്നെ ഈ കുട്ടനാട് മേഖലയും ഒക്കെ മാറാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് വിദേശ കുടിയേറ്റം കണ്ടമാനം കൂടുന്നു, ഈ പട്ടണത്തിലേക്കുള്ള കുടിയേറ്റം കൂടുന്നു. അപ്പോൾ ഇത്തരം മേഖലകളിൽ, ഇത്തരം പ്രദേശങ്ങളിൽ ഒരു വംശനാശ ഭീഷണി തന്നെയല്ലേ ഈ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും ഒപ്പം തന്നെ ഈ ഭക്ഷ്യ സുരക്ഷയും ഒക്കെ പ്രതികൂലമായി ബാധിക്കില്ലേ? മറ്റൊരു ആസ്പെക്ട് കൂടി അതിൻ്റെ അകത്തുണ്ട്, പ്രത്യേകിച്ച് സാമുദായികമായിട്ടുള്ള ഒരു ആസ്പെക്ട്. ഈ കാർഷിക വിഷയങ്ങൾ സമുദായ ഭേദമന്യേ എല്ലാവരെയുമാണ് ബാധിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഇടുക്കിയിലും കുട്ടനാടും ഒപ്പം തന്നെ മലബാർ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ ക്രൈസ്തവ വിഭാഗമാണ്. അപ്പോൾ അത്തരം മേഖലയിൽ നിന്നുള്ള ഈ കർഷകരുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെയൊക്കെ ഒരു അപ്രഖ്യാപിത ഒരു കുടിയിറക്ക്, ഒരു നിശബ്ദ കുടിയിറക്കാണോ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോഷുവ? അതെ, ഈ കർഷകർ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മാത്രമൊന്നുമല്ല, പകുതിക്ക് താഴെ അല്ലെങ്കിൽ 3-1 ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ. പക്ഷെ മറ്റുള്ളവർ ശബ്ദം ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ അവര് ഒന്നിനൊന്നിന് അധോഗതിപ്പെട്ടു പോകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഞങ്ങളോട് ഇവിടെ താമസിക്കുന്നതിലും കൂടുതലും അക്രൈസ്തവരുള്ള ആൾക്കാരാണ്. പക്ഷെ കൃഷിയിൽ മുമ്പിട്ട് നിൽക്കുന്നവര് എക്കാലവും ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഈ വംശീയ കുടിയിറക്ക് അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അടുത്ത തലമുറയെ, എന്റെയും എന്റെ സഹോദരങ്ങളുടെയും എല്ലാ മക്കളെയും ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഇവിടെ ജീവിതമാർഗം ഇല്ലെന്നാക്കി കുടിയിറക്കി കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പർ കയറ്റി യഹൂദരെ കൊന്നുകളഞ്ഞു. റഷ്യയില് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഗുലാഗുകളിലൊക്കെ പട്ടിണി കിട്ടുന്നു പറഞ്ഞാൽ അവരുടെ ഭക്ഷ്യധാന്യം എടുത്തു മാറ്റി അന്നത്തെ കർഷകരെ നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ ഞങ്ങളെ പട്ടിണിക്ക് ഇടുന്നില്ല. പക്ഷെ ഞങ്ങളെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വന്യമൃഗങ്ങളെ കൊണ്ട്, വനം വകുപ്പിനെ കൊണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് എല്ലാ വിധത്തിലും ഞെരുക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നേക്ക് 50 വർഷം കഴിയുമ്പോൾ ഇത് കേരളത്തിലെ കർഷകരുടെ വംശഹത്യ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. ഫാദർ ജോസഫ് വാണിയപുരയ്ക്കൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ
വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് മലയോര മേഖല, കുട്ടനാട് മേഖല, മലബാർ മേഖല നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആശങ്കകളാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത കർഷകരൊക്കെ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് ഇനി അടുത്ത ഒരു തലമുറ, നേരത്തെ ഞാൻ ശ്രീ ജോഷിയോട് ചോദിച്ചതുപോലെ ഈ ഒരു അടുത്ത തലമുറ വളരെ റെയർ ആയിട്ട് മാത്രം, ഇപ്പൊ കോടതിയൊക്കെ പലപ്പോഴും പറയാറുള്ള അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ഈ കർഷകരുടെ ഒക്കെ ഒരു അടുത്ത തലമുറ കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെടുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു അടുത്ത തലമുറയെ ഈ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? കുറെ കൂടി ഒരു മോഡേണൈസ്ഡ് ആയിട്ട്, ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകളൊക്കെ നടത്തേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ? കാരണം ഇനി ഒരു ഭക്ഷ്യ സുരക്ഷയെ പറ്റിയൊക്കെ നാം അതിന്റെ ഒരു ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഈ അടുത്ത തലമുറ ഈ കാർഷിക വൃത്തിയിലേക്ക് വന്നില്ലെങ്കിൽ കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷ തന്നെ വളരെയധികം അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഫാദർ ജോസഫ്. എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലും അതിന് തുടർച്ചയായിട്ടും നമുക്ക് ഭക്ഷ്യ സുരക്ഷിതത്വം ഇല്ലായിരുന്നു. ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അന്നാണ് മുരിക്കൻ കായൽ കുത്തി അവിടെ പാടശേഖരങ്ങൾ ഉണ്ടാക്കി യന്ത്രവൽകൃത മോട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് വറ്റിച്ച് കൃഷി നടത്തിയത്. ഇന്ന് ആ കൃഷിഭൂമിയൊക്കെ അന്യാധീനപ്പെട്ടു പോയി എന്നുള്ളത് വളരെ ശോചനീയമായ കാര്യം. അതുപോലെ നമ്മുടെ ഇടനാടൻ പ്രദേശങ്ങളിൽ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടിയേറി പാർത്തു, പ്രത്യേക അനുവാദത്തോടെ കാടി തെളിച്ച് അവിടെ പൊന്നു വിളയിച്ചു, റബ്ബറും കുരുമുളകും ഏലവും ഒക്കെ നട്ടുകൊണ്ട്. അതെല്ലാം ഈ നാടിന്റെ സംരക്ഷണത്തിനും ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ജനതയെ സമ്പന്നതയുടെ മേഖലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ. എന്തുകൊണ്ട് അസ്തമിച്ചു എന്ന് ചോദിച്ചാൽ, വ്യവസായ മേഖലകളെ കുടിയിറക്കുക എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ചെറുകിട കർഷകരെ ഇല്ലാതാക്കുന്നു എന്നൊരു സംശയം ഉണ്ട്. കുട്ടനാട് മേഖലയിലെ ചെറുകിട കർഷകരെ ക്രമേണ കാർഷിക മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടായി അവിടം വിട്ടു പോകുമ്പോൾ ഇത് ഭൂമാഫിയയുടെ കയ്യിൽ വരികയും വൻകിട കർഷകർക്ക് അവിടെ കൃഷി നടത്താനായിട്ടുള്ള സാധ്യതകൾ കടന്നു വരികയും അതുപോലെ തന്നെ ടൂറിസവും മറ്റും കാര്യങ്ങൾ നടത്താനായിട്ടുള്ള അവസരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാറുണ്ട്. അത് എവിടെയും സംസാരിക്കുന്ന ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ മലയോര പ്രദേശത്തിൽ ഇതുപോലെ തന്നെയാണ്. അവിടെ കാർഷിക മേഖല വിട്ടുകൊണ്ട് ആൾക്കാർ താഴെ പട്ടണങ്ങളിലേക്കും മറ്റും കടന്നു വരുന്നു. പണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വേണ്ട. ഒന്ന്, കാർഷിക മേഖലയിലെ ഉൽപാദന ചെലവ് കൂടുതൽ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലക്കുറവ്, മാന്യമായ വില കിട്ടുന്നില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ തലമുറയ്ക്ക് എങ്ങനെ ഒരു ദിശാബോധം കൊടുക്കാനായിട്ട് സാധിക്കും? എങ്ങനെ കാർഷിക മേഖലയ്ക്ക് മക്കൾ ഇറങ്ങിച്ചെല്ലണമെന്ന് പറയാൻ കഴിയും? കാർഷിക മേഖലയിലേക്ക് മക്കൾ ഇറങ്ങിച്ചെല്ലണമെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സർക്കാർ സത്വരമായ നടപടി സ്വീകരിക്കുകയും വേണ്ട പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യണം. പണ്ട് ഇവിടെ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് എന്തെല്ലാം സബ്സിഡി ചെയ്തുകൊണ്ടാണ് റബ്ബർ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ഒത്തിരി സബ്സിഡികളൊക്കെ നൽകി. പക്ഷെ ക്രമേണ ഈ സബ്സിഡികളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അവസാനം ജോഷുവ സാറും അതുപോലെ തന്നെ ജോൺസൺ സാറും ഒക്കെ പറഞ്ഞതുപോലെ ഒരു നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയട്ടെ. കുട്ടനാട്ടിൽ 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന് 40,000 മുതൽ 45,000 വരെ രൂപ ചെലവ് വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന കിൻഡിലിന് 28 രൂപയാണ്. നല്ല കൃഷി ചെയ്യുന്ന ഒരു കർഷകന് 1 ഏക്കർ ഇടത്തുനിന്ന് 2.5 കിൻഡൽ മാക്സിമം കിട്ടും. നല്ല വിളവാണെങ്കിൽ അത് 2-ലേക്കാകാം, 2.25-ലേക്കാകാം, 1.5-ആകാം, 1.25-ആകാം. 1.5-1.25 കിട്ടുകയാണ് അവൻ കടത്തിലാണ് പോകുന്നത്. പണ്ട് നിശ്ചയിച്ചിരുന്ന 28 രൂപയാണ് അവനിപ്പോൾ കിട്ടുന്ന വില. അതായത് കിലോയ്ക്ക് 28 രൂപ നെല്ലിന്. അത് ഉയർത്തണം, 35 രൂപ ആക്കണം. ഈ കിട്ടിയ തുക കൊണ്ട് പറ്റത്തില്ല. ഇതുപോലെ തന്നെ റബ്ബർ ഷീറ്റിന്റെ വില അറിയാം, മറ്റ് നാണ്യവിളകളുടെ കാര്യവും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വരും തലമുറയെ എങ്ങനെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? ഇതിന് ആകർഷണീയമായ കാര്യങ്ങളും സബ്സിഡിയും കൂടെ നിന്ന് പ്രോത്സാഹനവും ഇവർക്കുള്ള പെൻഷൻ പദ്ധതികളും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് നാടിന്റെ ഒരു ഹൃദയമാണ്, അല്ലെങ്കിൽ നാടിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് കർഷകരെന്ന ബോധ്യത്തോടെ സംസ്ഥാനം കർഷകർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിലെ സർക്കാർക്ക് എന്തെങ്കിലും
ചെയ്യുന്നുണ്ടോ അത് കർഷകരുടെ കയ്യിൽ കിട്ടണം. മറ്റിതര കാര്യങ്ങളിലേക്ക് ആ പണം വിനിയോഗിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. സർക്കാരിന് ഒത്തിരി ആവശ്യങ്ങൾ കാണും, പക്ഷെ പാവപ്പെട്ട കർഷകന് കൊടുക്കേണ്ട പണം കർഷകന്റെ കയ്യിൽ അവന്റെ അക്കൗണ്ടിലാണ് വരേണ്ടത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് കർഷകർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന പണം ആവശ്യമുള്ള സമയത്ത് കർഷകന് കിട്ടാതെ മറ്റിതര കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ അവിടെ കർഷകൻ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ട് ദിശാബോധം കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമാണ്. കർഷകർ ഈ ഒരു അവസരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ ചെന്നുപെട്ട് ഐക്യമില്ലാത്തവരായി തീരാൻ ജോഷുവ സാർ സൂചിപ്പിച്ചതുപോലെ ഐക്യമുള്ള കർഷകർ ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഈ നാടിനെ പിടിച്ചു നിർത്താനായിട്ട് കാർഷിക മേഖലയിൽ ഒന്നിച്ചു നിൽക്കണമെന്നൊരു ബോധ്യത്തോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് വരും കാലങ്ങളിൽ വരും തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് ദിശാബോധം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും. ശ്രീ ജോൺസൺ കൊച്ചൂറമ്മൻ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവിടങ്ങളിലെ ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത്. ഇനി നമ്മുടെ അതിന്റെ ഒരു സൊല്യൂഷൻസിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നേരത്തെ ശ്രീ ജോഷുവ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ഈ കർഷകർ സംഘടിതരല്ല എന്നൊരു കാര്യം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർഷക സമരത്തിന് മുന്നിൽ മുട്ടുകുത്തി നമ്മുടെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഈ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് കാർഷിക വിഷയങ്ങൾ പ്രതിസന്ധികളാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഉള്ളിവിലയുമായൊക്കെ ബന്ധപ്പെട്ട പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉടനടി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഈ തമിഴ്നാട്ടിൽ കണ്ട ഒരു അനുഭവം. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ഇപ്പൊ കർഷകരുടെ വോട്ട് തങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന ഒരു വ്യാമോഹമാണോ, അല്ലെങ്കിൽ ഇവർ സംഘടിതരല്ല, ഇവരെ എന്തും പറഞ്ഞ് പറ്റിക്കാം എന്നുള്ള ഒരു മൂഢ ഒരു സ്വർഗത്തിലാണോ ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ? ശ്രീ ജോൺസൺ. മൂഢസ്വർഗത്തിലല്ല, അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ചിന്തിച്ചു നോക്കിക്കേ, ഈ കർഷക സംഘടന ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷിയാണ്. CPM-ന് കർഷക സംഘമുണ്ട്, CPI-ക്ക് കിസാൻ സഭയുണ്ട്, കോൺഗ്രസിന് കർഷക കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസിന് കർഷക യൂണിയൻ ഉണ്ട്. ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് കാർഷിക താല്പര്യം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ വിഷയം ഏറ്റെടുത്താൽ പോലെ. ഇത് ചില ആൾക്കാർക്ക് പദവി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കർഷക സംഘടന, അവര് സമരം നടത്തുന്നത് എന്തിനാ? പ്രശ്നം പരിഹരിക്കാൻ. രാഷ്ട്രീയ കക്ഷികളുടെ കർഷക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം നടത്തുന്നത് പ്രശ്നം പരിഹരിക്കാനല്ല, അവർക്ക് പൊളിറ്റിക്കൽ മൈലേജ് കൂട്ടാൻ. അവിടെ കൃഷിക്കാരന് വേണ്ടി സമരം ചെയ്യണമെങ്കിൽ കാർഷിക സംഘടനകൾ തന്നെ സമരം ചെയ്യണം. അവിടെ ബഹുമാനായ ജോഷുവ പറഞ്ഞതുപോലെ അവിടെ കൃഷിക്കാരൻ ഒരുമിക്കാതിരിക്കാൻ, സംഘടിക്കാതിരിക്കാൻ സർവ്വ അടികളികളും ഈ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യും. അതിനെ അതിജീവിച്ചതിന്റെ ഉദാഹരണമാണ് ജോർജ് സാറ് പറഞ്ഞത്, ഇടുക്കിയിലെ സമരം. അന്നത്തെ പാരിസ്ഥിതിക നിയമങ്ങൾക്കെതിരെ ഇടുക്കിയിൽ നിന്നും ഒരു കർഷക സമരം ഉണ്ടായി. ആ സമരം ഉയർത്തുന്ന വിഷയങ്ങളോട് കർഷകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു വലിയ മൂവ്മെന്റ്. എത്ര പേര്, പ്രത്യേകിച്ച് അന്നത്തെ ഇടുക്കി മെത്രാൻ ഏറ്റവും ബഹുമാനായ ആനിക്കുഴിക്കാട്ട് പിതാവിനെയൊക്കെ വ്യക്തിപരമായിട്ട് ഏതൊക്കെ രീതിയിൽ അവഹേളിച്ചു. ഞാനടക്കം അതിൽ സമരങ്ങൾ പോരാടിയതിന്റെ പേരിൽ വ്യാജമായി കൊടുത്ത ക്രിമിനൽ കേസിൽ ഇരയായി 40 ദിവസത്തോളം മാറുന്ന ആളാണ്. ഒരു രാഷ്ട്രീയ കക്ഷികളും കർഷകൻ സംഘടിക്കാൻ അനുവദിക്കില്ല. കൃഷിക്കാരന്റെ നിലപാടെന്ന്, കൃഷിക്കാരനും ഈ കാർഷിക സംഘടനകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ പിന്തുണയ്ക്കും. പക്ഷേ അവൻ പിടിക്കുന്ന കൊടി കണ്ടു കഴിയുമ്പോൾ അവന്റെ സ്വഭാവം മാറും. തെരഞ്ഞെടുപ്പ് വരുമ്പോ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യം കൊണ്ട് മാത്രമേ കൃഷിക്കാരന് മുന്നേറാൻ കഴിയത്തുള്ളൂ. അതാണെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൊടുത്ത സൂചന. ആ പാഠം നമുക്ക് കിട്ടിയിട്ടും ജനാധിപത്യത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കൃഷിക്കാരൻ തയ്യാറാവുന്നില്ല. രാഷ്ട്രീയ കക്ഷികളെ മാത്രം കുറ്റം പറയേണ്ട. ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഒരു വായ്പ കിട്ടിയാൽ, എവിടെയെങ്കിലും അനധികൃതമായിട്ടൊരു ജോലി കിട്ടിയാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ കിട്ടിയാൽ ഉടനെ ആ പാർട്ടിക്കാരന് വേണ്ടി അവന്റെ ജീവന്റെ നിലനിൽപ്പും കൃഷിയുടെ നിലനിൽപ്പും മറന്നുകൊണ്ട് കൃഷിക്കാരൻ പോയി മുദ്രാവാക്യം വിളിക്കുകയല്ലേ. അതിനെ അതിജീവിച്ച് ഏതെങ്കിലും കർഷക സംഘടനകൾ മുന്നോട്ട് വന്ന് ജനം അതിന്റെ കൂടെ കൂടിയാൽ അന്നേരം വർഗീയവൽക്കരിക്കാൻ തുടങ്ങും. ഇടുക്കിയിലെ ക്രൈസ്തവ സമുദായം നമ്മുടെ ചങ്ങനാശ്ശേരി രൂപത മേഖലയിൽ നിന്ന് വന്നവര്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നവര്, പാലായിൽ നിന്ന് വന്നവര്, കോതമംഗലത്ത് വന്നവരൊക്കെ ഉണ്ട്. അവർക്കൊപ്പം തന്നെ ഈഴവ സമുദായം ഇടുക്കിയിൽ പ്രബലമാണ്. കാർഷിക മേഖലയിൽ മുസ്ലിം സമുദായം കുറവാണ്, ഒരു വ്യവസായ കച്ചവട രംഗത്ത്.
ഈഴവ സമുദായം പ്രബലമാണ്. ഏക്കർ കണക്കിന് ഭൂമികൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ആ സമരത്തെ അതിനകത്ത് ഈഴവ സമുദായത്തിന് നേതൃത്വം ഉണ്ടായിരുന്നു, മുസ്ലിം സമുദായ നേതൃത്വം ഉണ്ടായിരുന്നു, വിശ്വകർമ്മജൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കോർഡിനേഷൻ കൊടുത്തത് ഇടുക്കിയിലെ പിതാവായിരുന്നത് കൊണ്ട് ആ സമരത്തെ വർഗീയവൽക്കരിച്ചു, കൃഷിക്കാരന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ. ഇങ്ങനെ കൃഷിക്കാരൻ ഏതെങ്കിലും ഒരു സ്വതന്ത്ര നിലപാടെടുത്താൽ അതിനെ തച്ചു തീർക്കും. അതിന് അറിഞ്ഞും അറിയാതെയും കൃഷിക്കാരന് കൂടെ നിൽക്കും. ബഹുമാനായ വാണിയപ്പുരയച്ചൻ പറഞ്ഞത് കൃഷിക്കാരന് കൊടുക്കേണ്ടത് ജോലി സാറെ കൊടുക്കേണ്ടപ്പം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. ഇങ്ങനെ നക്കാപ്പിച്ച കൊടുക്കാവോ? അത് എന്നെങ്കിലും കൊടുത്താൽ മതിയോ? ഇപ്പോ ഏറ്റവും പുതിയ റിപ്പോർട്ട് PM കിസാൻ നിധി ഉണ്ടല്ലോ, 2000 രൂപ വെച്ച് 6000 രൂപ 3 തവണ കൃഷിക്കാർക്ക് കിട്ടുന്നത്. ആധാർ ബാങ്കിൽ ലിങ്ക് നടക്കാത്തതിന്റെ പേരിൽ 2,40,000 പേർക്കാണ് കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത്. കാലാകാലങ്ങളിൽ നിയമം മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ലിങ്ക് ചെയ്യാൻ ചെന്നാലും മാസങ്ങൾ കഴിഞ്ഞാലും ലിങ്കിങ് നടക്കുകയില്ല, കൃഷിക്കാരന് പൈസ കിട്ടത്തില്ല. രണ്ടാമതൊന്ന് നോക്കിയേ, ഈ തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലേക്ക് മാറ്റുന്നത് കൊണ്ട് രാജ്യത്തിന് എന്താ നഷ്ടം? ഇത് റോഡ് വെട്ടാനോ റോഡ് സൈഡിലെ പുല്ല് കളയാനോ മൈതാനം ഉണ്ടാക്കാനോ മാത്രമാണോ ഉപയോഗിക്കേണ്ടത്? ഇത് ഈ രാജ്യത്തിന്റെ വിശപ്പ് മാറ്റുന്ന കൃഷിക്കാരനെ സഹായിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി വിനിയോഗിക്കണ്ടേ? ഒരു ക്ഷീര കർഷകനെ എടുത്ത ജോലി സാറേ, ആ മനുഷ്യന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 1 മിനിറ്റ് വെറുതെ ഇരിക്കാൻ കിട്ടും. ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഒരു ശവടക്കിന് പോകാൻ പറ്റുമോ? ഒരു പശു ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഈ ക്ഷീര കർഷകനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവനൊരു 100-200 ദിവസത്തെ ശമ്പളം ഈ തൊഴിലുറപ്പ് പദ്ധതി കൊടുത്താൽ എന്താ നഷ്ടം? കൃഷിഭൂമിയുള്ളവൻ കൃഷിക്കാരനാണല്ലോ. അവൻ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു 200 തൊഴിൽ ദിനം കൊടുത്താൽ അവന്റെ പറമ്പിൽ പണിയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി കാട് വെട്ടണമെന്ന് നിർബന്ധമുണ്ടോ? അവന്റെ പറമ്പിൽ പണിയുന്നതിന് തൊഴിലുറപ്പ് കൊടുത്താൽ എന്താ നഷ്ടം? കൃഷിക്കാരനെ സംരക്ഷിക്കാൻ ഒരു താല്പര്യമില്ല, പദ്ധതികളൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കുറെ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് പച്ചക്കറി വിത്ത് ഗവൺമെന്റിന്റെ അറിയിപ്പ് പ്രകാരം ഉണ്ടായിട്ട് പഞ്ചായത്തിൽ പോയി, കൃഷിഭവനിൽ. അവിടെ ചെന്നപ്പം അവിടുത്തെ തിട്ടൂരം എന്താണെന്ന് അറിയാവോ? അത് പഞ്ചായത്ത് മെമ്പർമാരും മുഖാന്തരമേ കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞ നടക്കത്തില്ല. ഇത് കൃഷി ചെയ്യുന്നവന് കൊടുക്കണ്ടേ പച്ചക്കറി? അവസാനം എനിക്ക് തന്നു. പക്ഷെ എന്താ, ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പം നല്ല തൈകൾ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും കിങ്കരന്മാരും എടുത്തോണ്ട് പോയി. ബാക്കി മുഴുവൻ ചവിട്ടി മെതച്ച് കുറെ അഴുകി കുറെ ഉണങ്ങി അവിടെ കിടക്കുന്നു. ആർക്ക് വേണ്ടിയത്? ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസിക്ക് ടെൻഡർ കൊടുത്ത് ഇത് മുഴുവൻ ഉണ്ടാക്കി അത് അവന് കുറെ പണം അവന് കൊടുത്തു, കുറെ പൈസ ഉദ്യോഗസ്ഥന്മാർ തെറ്റി. കൃഷിക്കാരന്, യഥാർത്ഥ കൃഷിക്കാരന് അത് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള പദ്ധതികൾ ആർക്കാ? ശരിക്കും പറഞ്ഞാൽ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ കൃഷിക്കാർക്ക് വേണ്ടിയല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയാണ്. അതാ പ്രശ്നം. കൃത്യസമയത്ത് പണം കൊടുക്കില്ല. മറയൂരിലെ കാര്യം ഞാൻ പറഞ്ഞു, നെല്ലിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു. കൃത്യസമയത്ത് കൊടുക്കില്ല. കൊടുക്കുന്നതിന് എന്നാ കുഴപ്പം? വാങ്ങിച്ചതല്ലേ അങ്ങോട്ട്. നമ്മൾ നമ്മുടെ ഒരു സാധനം കൊണ്ട് കടയിൽ കൊടുത്താൽ അപ്പൊ പണം കിട്ടുകയല്ലേ? ഇങ്ങോട്ട് വാങ്ങിക്കുന്ന അന്നേരം തന്നെ പണം കൊടുക്കണ്ടേ? നമ്മുടെ സാധനം, കൃഷി ഉൽപാദനം, ആ ഉൽപ്പന്നം സർക്കാർ വാങ്ങിച്ചെടുത്തിട്ട് എന്തുകൊണ്ട് പണം തരുന്നില്ല? അതിനതിന് അവധി കച്ചവടം വല്ലതും ഉണ്ടോ? സർക്കാർ നീതി വാങ്ങിക്കുന്നുണ്ടല്ലോ, ഈ സാധനം വിൽക്കുന്നുണ്ടല്ലോ. റേഷൻ കടയിൽ നമുക്ക് കടം കിട്ടുമോ സാധനം? മാവേലി സ്റ്റോറിൽ പോയ കടം കിട്ടുമോ സാധനം? നമ്മൾ റെഡി ക്യാഷ് അങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പം അങ്ങോട്ട് കൊടുക്കുന്നതിനൊക്കെ കടം, ഇങ്ങോട്ട് തരുന്നതിനൊക്കെ റെഡി. 2, ജോഷ പറഞ്ഞതുപോലെ തൊടുതരം പിടിക്കുന്നതിനൊക്കെ നികുതിയായിട്ടും ഫീസായിട്ടും. കൃഷിക്കാരനെ സംരക്ഷിക്കാൻ താല്പര്യമില്ല. വളരെ വ്യക്തമായിട്ട് പറയാം, അച്ഛൻ പറഞ്ഞ കാര്യം അടിവരയിട്ട് പറയാം, ചെറുകിട കൃഷിക്കാരനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗൂഢനീക്കം. അത് മലയോര മേഖലയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. നിരവധി പേര് കൃഷിഭൂമി ഇട്ടേച്ച് മറ്റു തൊഴിലുകളിലേക്കൊക്കെ മാറാൻ തുടങ്ങി. കുറെ ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ വന്യജീവി ശല്യം കൊണ്ട് കൃഷി ചെയ്യാതെ കാട് കയറി കിടക്കുന്നു. വലിയ പ്രതിസന്ധിയിലേക്കാണ്, വലിയ പ്രതിസന്ധിയിലേക്ക്. അവിടെ മുഴുവൻ അന്യ ജില്ലകളിൽ നിന്നുള്ള റിസോർട്ട് മാഫിയകളും ടൂറിസം മാഫിയകളും കടന്നു വരും. ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ചിന്നക്കനാലിലെ 1 ഏക്കർ പോലും വനഭൂമിയില്ല. 1 ഏക്കർ പോലും, മുഴുവൻ റവന്യൂ ഭൂമിയാണ്. ഭരണകക്ഷിയുടെ 2ാം കക്ഷിയായ CPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അവിടെ നമ്മുടെ ന്യൂസ് ഫാക്ടറി ഉണ്ടല്ലോ, HNL, അവർക്ക് പാട്ടത്തിന് കൊടുത്ത യൂക്കാലിപ്റ്റസിന് പാട്ടത്തിന് കൊടുത്ത ഭൂമി 268 ഏക്കർ
പാട്ടക്കരാത് കഴിഞ്ഞു. അത് ജെണ്ടയിട്ട് ഈ വനംവകുപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുക. റവന്യൂ ഭൂമി വനഭൂമി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കൃഷിക്കാരന്റെ സ്ഥലങ്ങൾ മുഴുവൻ കാട് കയറി കിടക്കുന്ന നാളെ ജെണ്ട ഇടുക എന്നുള്ള ഉറപ്പുണ്ടോ? ഞാൻ ഈയിടെ ആദിവാസികൾ താമസിക്കുന്ന ഒരു മേഖലയിൽ ചെന്നു. വനം വകുപ്പിന്റെ ജെണ്ടയ്ക്ക് താഴെ കൃഷിഭൂമി താമസിക്കുന്ന ആദിവാസികളാ, പാവങ്ങളാ. അവർക്കൊരു വീട് വെക്കാനുള്ള രേഖ പോലും കൊടുക്കുന്നില്ല. വളരെ ദയനീയം, വളരെ ദയനീയം. ഇവിടെ സാധാരണ കൃഷിക്കാരന് കൃഷി കൊണ്ട് ജീവിക്കാനാവില്ല. അവന്റെ തലമുറ എവിടെയെങ്കിലും പോയി വണ്ടി കഴിയോ കക്കൂസ് കഴിയോ ജീവിക്കേണ്ട ഗതികേടിലേക്കാണ് കേരളം കൃഷിക്കാരെ കൊണ്ടെത്തിക്കുന്നത്. അത്ര എനിക്ക് പറയാറുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം. ശ്രീ ജോഷി, നമ്മൾ അവസാനമായി ചർച്ചയുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിന്റെ ഏത് വിഭാഗം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ സർക്കാർ ജീവനക്കാർ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ തടഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഒരു കുറവ് വരുത്തിയാൽ അവർ സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്കറിയാം. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു സമരമൊക്കെ നാം കണ്ടു. മറു സൈഡിൽ ഇപ്പൊ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വർധനവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പൊ UPA ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വില വർദ്ധിപ്പിക്കുമ്പോൾ ഈ മോട്ടോർ തൊഴിലാളി യൂണിയൻ അവർ സമരം നടത്തുന്നു. അങ്ങനെ പല മേഖലകളിലും സമരവും മറ്റു കാര്യങ്ങളും പണിമുടക്കും ഒക്കെ നടത്തുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരമായി ഒരു ജനവിഭാഗത്തിന്റെ ഒരു നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന പല സ്ഥിതിവിശേഷങ്ങളും കേരളത്തിൽ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്നും നിലയും തുടങ്ങിയതല്ല. അച്ഛൻ പറഞ്ഞതുപോലെ, ശ്രീ ജോൺസൺ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിൽ ഒരു തരത്തിലുമുള്ള ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഒരു നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇനി ഒരു സൊല്യൂഷൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ ശ്രീ ജോഷ? സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഈ സമരം ചെയ്യാനായിട്ട് ധൈര്യപ്പെടുകയല്ല. സമരം ചെയ്തിട്ട് കാര്യമില്ല. സമരം ചെയ്തതുകൊണ്ടൊന്നും കേരളത്തിൽ പുതിയതായിട്ട് ഒരു ഉൽപ്പന്നം പോലും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അറിഞ്ഞിരിക്കുക. എന്റെ ചെറുപ്പത്തില് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു BSNL. നമുക്കൊരു ഫോൺ കണക്ഷൻ കിട്ടണേ 7500 രൂപ മുടക്കി 2-3 വർഷം കാത്തിരിക്കണമായിരുന്നു. BSNL ഇവിടെ KSRTC-കാർക്ക് സമരം ചെയ്യാൻ ധൈര്യമുണ്ട്. ഇത് നിലനിർത്താൻ സർക്കാരിനെ കൊണ്ട് ഇനി കേരളത്തിലെ എല്ലാ ജനങ്ങളോട് വെച്ചാൽ പരിശ്രമിച്ചാൽ നടക്കുമോ? ഒരു സാധനം ഒരിക്കൽ നശിപ്പിച്ചാൽ പിന്നീട് പുനർനിർമ്മിക്കാൻ പറ്റുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളും. അതുകൊണ്ട് കേരളത്തിലെ ഭരിക്കുന്നവർക്കും ഭരണത്തോട് ചേർന്നുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ഞാൻ 3 മുന്നറിയിപ്പുകൾ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ കൃഷിഭൂമി എന്ന് പറയുന്നുണ്ടല്ലോ, 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അന്നത്തെ കേരള സർക്കാർ എവിടുന്നെങ്കിലും മേടിച്ചോണ്ട് വന്നതല്ല. ഞങ്ങളുടെ പൂർവികര് പരമ്പരാഗതമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഈ ഭൂമി ഞങ്ങളുടേതാണ്. അത് സർക്കാരിന്റെ ഔദാര്യമല്ല. അത് ഞങ്ങൾക്ക് ആരും തന്നതല്ല. അത് ഞങ്ങളുടെ അടിസ്ഥാന അവകാശമാണ്. അതിന്റെ മുകളിൽ സർക്കാർ വെക്കുന്ന ഓരോ നിയന്ത്രണവും കൈവെപ്പും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കേരളത്തിൽ എവിടെ ഭൂമിയുണ്ടെങ്കിലും അവർക്കെല്ലാം ഒരവകാശമാണ്. അത് നിഷേധിക്കുന്നത് ഭരണഘടനയോട് കാണിക്കുന്ന അവഹേളനമാണ്. രണ്ടാമതായിട്ട് പറയുവാനുള്ളത്, ഈ കേരളത്തിലെ കൃഷിക്കാർ എന്ന് പറയുന്നത് എക്കാലവും ഇവിടെ അടികൊണ്ട് കടന്നു പോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവരിവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകും എന്നല്ല, കുടിയൊഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ആരെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെ കൃഷിക്കാരൻ എന്ന അടിസ്ഥാന വർഗം, നമുക്കറിയാം ലോകത്തിലെ ചരിത്രത്തിൽ ചില സമൂഹങ്ങൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യഹൂദര്, അല്ലെങ്കിൽ കച്ചവടക്കാരായിട്ടുള്ള അറബികള്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ, അങ്ങനെ ഇങ്ങോട്ട് കപ്പൽ കയറി വന്ന നാവികര്, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ സിഖുകാര്. ഇതുപോലെ തന്നെ ഇന്നത്തെ കാലത്തില് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രോജ്വലമായ ചരിത്രം രചിച്ച കേരളത്തിലെ കൃഷിക്കാരെന്ന വംശത്തെ ചിതറിച്ച് നശിപ്പിച്ച് ലോകമെമ്പാടും വായിച്ചു വിട്ടാല് ഇനി പിന്നീട് അത് പരിഹരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ്. മൂന്നാമത്തെ മുന്നറിയിപ്പ്, ഈ കൃഷി മേഖല തകർന്നു പോയാല് കേരളം ആർക്കും പുനരുദ്ധരിക്കാൻ വയ്യാത്ത വിധം സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇനി ആരെ കൊണ്ടും പരിഹരിക്കാനാവാത്ത വിധം കേരളം ആളൊഴിഞ്ഞ പ്രേതാലയമായി കിടക്കേണ്ട എന്നുണ്ടെങ്കിൽ
ഈ അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക, നിയമങ്ങൾ തിരുത്തുക, കർഷകനോടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കുക. പഴയ സോവിയറ്റ് യൂണിയന് ലാത്വിയ, ലിത്വേനിയ, എസ്തോണിയ ഒക്കെ പോയി സന്ദർശിക്കുക. അവിടെയുള്ള വീടുകളില് 75% ആൾപ്പാർപ്പില്ലാതെ പ്രേതാലയങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവർ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്ഥലം വിട്ടു എന്നേക്കുമായിട്ട്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു സമൂഹം, ഇതിനെ ചിതറിച്ച് നശിപ്പിച്ച് എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യരുതെന്ന് മാത്രമാണ് എന്റെ അപേക്ഷ. ഓക്കെ, ഈ ചർച്ചയുടെ ആ ഒരു കൺക്ലൂഷൻ തന്നെ ഒരു ശക്തമായിട്ടുള്ള 3 മുന്നറിയിപ്പ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും നൽകിക്കൊണ്ടാണ് ഈ ഒരു ചർച്ച ശ്രീ ജോഷുവ കൺക്ലൂഡ് ചെയ്തത്. തീർച്ചയായും കർഷകരുടെ കണ്ണീര് സർക്കാർ കാണേണ്ടിയിരിക്കുന്നു. സത്വരമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോസഫ് വാണിയപുരയ്ക്കൽ, ഒപ്പം തന്നെ ശ്രീ ജോഷുവ, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.